വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ നക്ഷത്രങ്ങളുടെയും പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ നക്ഷത്ര ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രങ്ങൾക്കും അവരുടെ ജന്മരാശിയും അല്ലെങ്കിൽ ജന്മസമയവുമൊക്കെയായി ബന്ധപ്പെട്ട് രാശിചക്രങ്ങളുമായി ബന്ധപ്പെട്ട് പല ദോഷങ്ങളും ഉണ്ടാകും. അതൊക്കെ അതാത് നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ നക്ഷത്രവുമായി ബന്ധപ്പെട്ട ദോഷങ്ങളൊക്കെ തീർത്ത് അവർക്ക് നല്ലത് വരുവാനും നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ച ഉണ്ടാകാനും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവായാണ് എല്ലാ നക്ഷത്രങ്ങളെയും കാര്യം പറയുന്നത്. എല്ലാ നക്ഷത്രങ്ങൾക്കും പൊതുവായി ഓരോ കാര്യങ്ങൾ അവരുടെ രാശിപ്രകാരം ഉണ്ടായിരിക്കും. ദോഷങ്ങളുള്ളവര് അത് പ്രത്യേകം നോക്കി അതിന് പരിഹാര മാർഗങ്ങൾ ചെയ്യേണ്ടത് ആ നക്ഷത്രത്തിലെ അവരുടെ ഉയർച്ചയ്ക്ക് എല്ലാം നല്ല കാര്യങ്ങളായി ഭവിക്കും. ഇന്ന് പറയുവാൻ പോകുന്നത് വിശാഖം നക്ഷത്രത്തിനെ കുറിച്ചാണ്. വിശാഖം നക്ഷത്രത്തിന് ഈ ജൂൺ മാസം 15 മുതൽ 2025 ജൂൺ മാസം 15 മുതൽ നല്ല സമയമാണ്. ലോട്ടറി ഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത്. നിധി ഭാഗ്യം, ലോട്ടറി ഭാഗ്യമൊക്കെ ചില നക്ഷത്രക്കാർക്കുണ്ട്. വിശാഖ നക്ഷത്രം അതുമാതിരിയുള്ള ഒരു നക്ഷത്രമാണ്. എപ്പോഴും ഉയർച്ചയിൽ പോകുന്ന ഒരു നക്ഷത്രമാണ്. ചില സമയത്തൊക്കെ ഇച്ചിരി തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവരുടെ ജീവിത രീതികളൊക്കെ നോക്കിയാൽ ആ വിശാഖം നക്ഷത്രത്തിൽ പിറന്നവരെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അവർ ഉന്നത കുലജാതർ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പഠിച്ച വിദ്യയോടനുസരിച്ച് നല്ല ജോലികൾ ലഭിക്കും. അങ്ങനെ അവർക്കുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അവർക്ക് ഏത് കാര്യത്തിൽ എപ്പോഴും പണം കയ്യിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കുബേര യോഗം വരുന്ന സമയമാണ് 2025 ജൂൺ 15 മുതൽ. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. ദമ്പതികൾ കുരിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള തൊഴിലൊക്കെ ക്രമീകരിക്കും. രണ്ടുപേരും സർക്കാർ ജോലിക്കാരാണെങ്കിൽ ഒരേ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങും. കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള നല്ലൊരു സമയമാണ്. ലോട്ടറികൾ എടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ ഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ്. സാമ്പത്തികമായി വളരെ നേട്ടമുണ്ടാക്കുന്ന ഒരു സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. അതുപോലെ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും സമയം അനുകൂലമാണ്. പുതിയ കരാർ ജോലികൾ എടുത്തവർക്ക് അത് ഒപ്പുവെക്കുവാനും ഏറ്റവും നല്ല സമയമാണ് ഈ ജൂൺ 15 മുതൽ. പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി പണം കയ്യിലെത്തും. ഏറ്റെടുക്കേണ്ട പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യം വന്നതൊക്കെ മാറി വരും. അതിൽ വീണ്ടും ജോയിൻ ചെയ്യും. വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മാർഗതടസ്സങ്ങൾ അതിജീവിച്ച് തൊഴിൽ മേഖലകളിൽ വലിയ പുരോഗതി കൈവരിക്കാൻ പോകുന്ന സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. തൊഴിൽ മേഖലകളിൽ പുരോഗതി കൈവരിക്കുകയും അതുപോലെ സാമ്പത്തിക നേട്ടം, വീട് വയ്പ്, വലിയ വീടുകൾ വാങ്ങി വിൽപ്പന, വാഹനങ്ങൾ വാങ്ങി വിൽപ്പന ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള കച്ചവടം നടത്തുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. ജൂൺ മാസത്തിൽ വലിയ യോഗമാണ് കാണുന്നത്. എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ അമിതമായ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നതൊക്കെ മാറി വന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്ത് ഇങ്ങനെ വരുന്നൊരു സമയമാണ്. അതുപോലെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നതൊക്കെ വീണ്ടും ആരംഭിക്കാം. പഴയ വാഹനങ്ങൾ വിറ്റിട്ട് വീണ്ടും ഒരു ആഡംബര വാഹനം കൂടുതൽ ഉയർച്ചയിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിൽ വാങ്ങുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിലും സമ്മാന പദ്ധതികളിലും ഒക്കെ അനുകൂലമായ സമയമാണ്. പറഞ്ഞാൽ ലോട്ടറി ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു. നല്ല രീതിയിൽ ലോട്ടറി ഭാഗ്യം കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ഏത് രീതിയിലാണ് പണം വന്നു ചേരുന്നത്? പെട്ടെന്ന് തന്നെ ഒരു കുബേര തുല്യമായ ജീവിതത്തിലേക്ക് ഈ ജൂൺ 15 മുതൽ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയുകയാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക മേഖലയിൽ ഉത്തരവാദിത്തമുള്ള ജോലി, വീണ്ടും ഉദ്യോഗ കയറ്റം, വിദേശത്ത് പോകാനുള്ള അവസരം, അതുപോലെ തന്നെ ചില ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വീണ്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ബിസിനസിന്റെ ഉയർച്ചകളിലേക്ക് പോകാനുള്ള സമയം. നിരന്തരമായി ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നവർ അതിൽ നിന്ന് മാറി വീണ്ടും ഒരു നല്ല ഉയർച്ചയിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മാറും. വിദേശത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചൊരു വിനോദസഞ്ചാരം പോലെ പോകാനുള്ള അവസരം വന്നു ചേരും. ചിലരുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ചില നല്ല സമയങ്ങൾ വിനിയോഗിച്ചാൽ അവർ മുഖേന ഞങ്ങൾക്ക് ജീവിതത്തിൽ വരെ ഉയർച്ച ഉണ്ടാകും. വ്യാപാര, വിതരണ മേഖലകളിൽ നിയന്ത്രണമുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ മാറി വരും. തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ചയാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ വിശാഖ നക്ഷത്രക്കാർക്ക് കുടുംബപരമായി ഏറ്റവും നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താം, വിനോദയാത്രകൾ പോകാം. വിവാഹം നടക്കാതിരുന്ന വിശാഖ നക്ഷത്രക്കാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അനുയോജ്യമായ സമയമാണ്. വിവാഹം നടക്കും, സ്ത്രീകൾക്ക് നല്ലൊരു ബന്ധം ലഭിക്കും. പുരുഷന്മാർക്ക് വിവാഹം മുഖേന തന്നെ വലിയൊരു ഉയർച്ചയിലേക്ക്, വലിയൊരു പദവിയിലേക്കൊക്കെ എത്തുവാൻ കഴിയുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. പ്രണയിതാക്കൾക്ക് അവരുടെ ആഗ്രഹം സഫലമാകും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായ സമയമാണ്. പഠനത്തിൽ നല്ല ഒരു ഉയർച്ചയും അതുപോലെ തന്നെ വിദേശത്ത് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സമയം കൂടിയാണ്.
മാതാപിതാക്കളെ നോക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈശ്വരനെ ദാനിക്കുക, മന്ത്രങ്ങൾ ചൊല്ലുക, ഗണപതി ക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തുക, അതുപോലെ ദേവീ ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലിയൊക്കെ അർപ്പിക്കുക, ശ്രീരാമ ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ ചെയ്യുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തണം. കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ എല്ലാ ദിവസവും പുലർച്ചെ പോയി തൊഴുത് കാര്യങ്ങളൊക്കെ ദേവിയോടോ ദേവനോടോ ഒക്കെ സമർപ്പിക്കുന്നത് നന്നായിരിക്കും. അനുകൂലമായ സമയം വരുമ്പോൾ ദൈവത്തിന്റെ അടുപ്പം കൂടി ഉണ്ടാകണം. ദൈവീകമായ ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാളിന്റെ രാശിപ്രകാരമുള്ള നമുക്ക് സമയത്തിനുള്ള ആ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സാമീപ്യമാണ് നമ്മുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമെന്ന് തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം എപ്പോഴും ജീവിക്കാൻ. ഏതായാലും വിശാഖ നക്ഷത്രക്കാർക്ക് ഒരു ലോട്ടറി ഭാഗ്യം അവർ കാത്തിരിക്കും. അത്യപൂർവമായ ഒരു നേട്ടങ്ങളിലേക്ക് അവർ പോകും. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. കുബേര തുല്യമായ ജീവിതം നയിക്കും. കുടുംബം മുഴുവൻ ഈ ഒരാളുടെ ഈ വിശാഖ നക്ഷത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥയാണ്. സഹോദരങ്ങളെ സഹായിക്കും. അതുപോലെ അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ വിശാഖ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ദോഷഫലങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിതൃദോഷങ്ങളോ അല്ലെങ്കിൽ ശനിദോഷങ്ങളോ കേതുദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകം നോക്കിയിട്ട് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ കൂടി നിങ്ങൾ ചെയ്തെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ദോഷങ്ങൾ മാറുമ്പോൾ അതിന്റെ ഭാഗ്യം കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. വിശാഖ നക്ഷത്രക്കാരുടെ അവർക്കുള്ള 2025 ജൂൺ 15 മുതൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അവർക്ക് ചെറിയൊരു മന്ദത വന്നതൊക്കെ മാറി വരുന്ന സമയം കൂടിയാണെന്നുള്ളതാണ് പറയുന്നത്. വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല രാശിയുള്ള നക്ഷത്രങ്ങളാണ്. ഇടയ്ക്ക് ചില ദോഷങ്ങളൊക്കെ എല്ലാ നക്ഷത്രങ്ങൾക്കും വരും. അതുപോലെ വിശാഖ നക്ഷത്രത്തിനും ഉണ്ടാകും. അതായത് നിങ്ങൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് തുടർന്ന് മുന്നോട്ട് പോകുന്ന ഒരു ജീവിത ചക്രമാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ ജോലി കിട്ടാതിരുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക്, മുടക്കം വന്നിരുന്നവർക്കും അതും സഫലമാകുന്ന സമയമാണ്. ഏതായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ പഠിച്ച ജോലി എന്താണോ അതനുസരിച്ചുള്ള തൊഴിൽ മേഖലകളിലേക്ക് പോകുവാൻ കഴിയും. ഏതായാലും നിങ്ങളുടെ സമയം നല്ലതാണ്. അതനുസരിച്ച് നിങ്ങൾ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രവൃത്തികളൊക്കെ ചെയ്ത് മന്ത്രജപങ്ങളൊക്കെ നടത്തി അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി നല്ല രീതിയിൽ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. ഈ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ ധനയോഗം ഒറ്റ പ്രാവശ്യം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇതൊക്കെയാണ് വിശാഖ നക്ഷത്രത്തെ കുറിച്ച് പറയുവാനുള്ളത്. അപ്പോൾ മറ്റുള്ള നക്ഷത്രങ്ങൾക്കും ഓരോ അവരുടെ സമയം അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ ആ നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കിയെങ്കിൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. പൊതുവായ കാര്യങ്ങൾ പറയുമ്പോൾ അത് പൊതുവായിട്ട് തന്നെയായിരിക്കും നമ്മൾ ഗ്രഹിച്ചെടുക്കേണ്ടത്. അവരുടെ നാളുകൾ പ്രത്യേകം നോക്കി ജന്മസമയവും രാശിപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയും. ഇത്രയൊക്കെയാണ് ജ്യോതിഷമതമായി വിശാഖ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത്. ഈ നക്ഷത്രഫലവുമായി വിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ നമുക്ക് നോക്കുവാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. കാര്യങ്ങൾ അറിഞ്ഞു ഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ. ഇത്രയൊക്കെയാണ് വിശാഖ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ല നമസ്കാരം.